എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സെഷൻ ആവറേജ് വെലോസിറ്റിയെ കുറിച്ചുള്ള പ്രോബ്ലംസിനെ കുറിച്ചാണ്. അതിനു മുമ്പ് നമുക്ക് എന്താണ് ആ ടോപ്പിക് എന്ന് പെട്ടെന്നൊന്ന് കണ്ടിട്ട് രണ്ട് നല്ല സൂപ്പർ ലെവൽ ക്വസ്റ്റ്യൻസ് ഇന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. വി എന്ന് നമുക്ക് വിളിക്കാം, അണ്ടർലൈൻ. ഓക്കെ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇതിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. ആവറേജ് വെലോസിറ്റി വി ആവറേജ് ഈക്വൽസ് total distance by total time. വളരെ ബേസിക് ആയിട്ടുള്ള ഈ ഒറ്റ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സുഖമായിട്ട് സോൾവ് ചെയ്യാവുന്നതാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു പാത്ത് എ ടു ബി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഈ ഡിസ്റ്റൻസിൻ്റെ ഹാഫ് കവർ ചെയ്യാൻ എടുക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്ത ഹാഫ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈമിൻ്റെ ഹാഫ്, ഇത് ടി സെക്കൻഡ്സ് ആണ് എടുത്തത് എങ്കിൽ T/2 സെക്കൻഡ്സിൽ, ഇത് T/2 സെക്കൻഡ് കൊണ്ടാണ് ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ബാക്കി T/2 സെക്കൻഡ്സ് കൊണ്ട് ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യും. ഈ സമയത്ത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ സ്പീഡ്. അടുത്ത പോർഷനിൽ 15 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി എത്ര എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത്. ശരി, അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസിനെ എസ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് S/2 ആണ്. ബാക്കി ഇവിടെ തൊട്ട് ഇവിടം വരെയും S/2 ആണ്. ശരി, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവറേജ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, ടി ടോട്ടൽ. ഓക്കെ, ശരി. അപ്പോൾ ഈ ടി ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്കിനി ടി ടോട്ടൽ ആണ് നമ്മുടെ അടുത്ത കൺസേൺ. ആദ്യത്തെ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന സമയം T1 ആണ് എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ഇത്രയും കവർ ചെയ്യാൻ എടുക്കുന്നത് T2 ആണ് എന്നും വിചാരിക്കുക. അപ്പോൾ ടി ടോട്ടൽ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? T1 പ്ലസ് T2 ആണ്. ഇനി T1 എങ്ങനെ കണ്ടുപിടിക്കും? ടി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നുള്ള ഇക്വേഷൻ വളരെ സുപരിചിതമാണ് ആക്സിലറേഷൻ ഇല്ലാത്ത കേസിൽ. അപ്പോൾ ഇവിടെ ആക്സിലറേഷനെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല, ആക്സിലറേഷൻ ഇല്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ എന്താണിത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് S/2, T1നെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. S/2/10, അതായത് T1 S/20 ആണ്. ഇനി നമുക്ക് വേണ്ടത് T2 കിട്ടാൻ വളരെ സിമ്പിളാണ്. T2 എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? T2/2 5 മീറ്റർ പെർ സെക്കൻഡിലും T2/2 15 മീറ്റർ പെർ സെക്കൻഡിലും. അപ്പോൾ നമുക്കറിയാം ഈ റീജിയനിലുള്ള S/2 കവർ ചെയ്യാൻ ആദ്യത്തെ സെക്ഷൻ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം 5 ഇൻറ്റു T2/2 പ്ലസ് 5 ഇൻറ്റു T2/2 ആയപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ആയി. ബാക്കി എത്രയാണ്? 15 ഇൻറ്റു T2/2. ഇതിൽ നിന്ന് T2 എത്രയാടെ? നോക്കിക്കഴിഞ്ഞാൽ അടിയിൽ നമുക്ക് 2 വെട്ടിക്കളയാം. 20 T2 ഈക്വൽ ടു എസ്. അതിൽ നിന്ന് T2 ഈക്വൽ ടു S/20. അതും നമുക്ക് കിട്ടി. ശരി, അപ്പോൾ T1ഉം T2ഉം കിട്ടിയാൽ ടി ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. S/20 പ്ലസ് S/20, അതായത് S/10. അപ്പോൾ ടി ടോട്ടൽ അറിയാം, V ഈക്വൽ ടു S/T ടോട്ടൽ എന്ന് കിട്ടി. നേരെ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ S/10 10 മുകളിൽ വരും. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 10 ആണ്. 10 എന്ത്? മീറ്റർ പെർ സെക്കൻഡ്. ശരി, ആദ്യത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ സിറ്റുവേഷൻ ഇതാണ്. ഇത് ലേശം ട്രിക്കി ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇത് ഒരു പാത്ത് ആണ്. ഇത് കുറച്ചുകൂടെ വൃത്തിക്ക് നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഇതൊരു സെമി സർക്കിൾ ആണ്. നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ മൂവ് ചെയ്യാൻ തുടങ്ങി. ABCD ഇവിടെ നമ്മൾ മൂവ് ചെയ്യാൻ തുടങ്ങി. ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ ഏതോ ഒരു പോയിന്റിൽ, ഈ സെമി സർക്കിളിന്റെ ഏതോ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും സെയിം ഡയറക്ഷനിലായി. അങ്ങനെയാണെങ്കിൽ എത്ര സമയം വേണ്ടി വരും എന്നാണ് ആ ചോദ്യം. ഈ സെമി സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 1 ആണ്.
സെയിം ലെങ്ത് ആണ് എ ബിയുടേതും. എ ബിയും 1 തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അതായത് ആവറേജ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ തന്നെയാണ്. വി ആവറേജ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ തന്നെയാണ് ആവറേജ് വെലോസിറ്റിയുടെയും ഡയറക്ഷൻ. അതേപോലെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഒരു സർക്കുലാർ റീജിയനിലാണെങ്കിൽ, ഒരു സർക്കിളിന്റെ ബൗണ്ടറിയിലൂടെ പോകുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എപ്പോഴും ടാൻജൻഷ്യൽ ആയിരിക്കും. ഈ പോയിന്റിലാണെങ്കിൽ ഇങ്ങനെ, ഈ പോയിന്റിൽ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഇങ്ങനെ, അങ്ങനെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരേ ഡയറക്ഷനിലാണ് എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് നമ്മൾ ഒരു ടാൻജന്റ് ഇതിലേക്ക് വരച്ചാൽ അതിന്റെ ഡയറക്ഷനിലാണ് ആരൊക്കെ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും. കാരണം ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്ടറാണ്. അപ്പൊ ഇതാണ് നമ്മുടെ വെക്ടർ. വി ആവറേജും വി ഇൻസ്റ്റന്റേനിയസും രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. നമുക്ക് ഇനി വേണ്ടത് എന്താണ്? ഇവിടെ എത്താൻ എത്ര ടൈം എടുത്തു? ഒരു ഇൻഫർമേഷൻ ഞാൻ തരാൻ വിട്ടുപോയി. ഇത് സഞ്ചരിക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. 1 + π/3 മീറ്റർ പെർ സെക്കൻഡിലാണ് ഇത് ട്രാവൽ ചെയ്യുന്നത്. ശരി, ഇനി നമുക്ക് നോക്കാം. നമുക്ക് ഈ പോയിന്റിലാണ് എന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ അത് സെന്ററുമായിട്ട് ജോയിൻ ചെയ്തു. ഈ പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്തു. ശരി, ഇനിയാണ് കളി. നമുക്കറിയാം ടാൻജന്റും സെന്ററുമായിട്ട് ജോയിൻ ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ ലെങ്ത് 1, ബി, ഈ സെന്ററിനെ നമുക്ക് O എന്ന് വിളിക്കാം. ബി ഒ റേഡിയസിന് ഈക്വലന്റ് ആണ്. അപ്പോൾ എ ഒ എന്ന് പറയുന്ന ലെങ്ത് എത്ര വരും? 2 വരും. കാരണം എ ബി 1, ബി ഒയും 1. അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത് 2. ഇനി ഈ റൈറ്റ് ട്രയാങ്കിൾ ഒന്ന് ഒബ്സർവ് ചെയ്തേ. ഇതിന്റെ റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ആണ് ഈ 2. ഒരു സൈഡ് 1. അപ്പോൾ ഈ സൈഡ് എത്രയാണ്? √2² - 1². അതായത് ഈ ലെങ്ത് √3 വരും. ശരി, നമ്മുടെ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തത് എ ടു ബി, ദെൻ ബി ടു ഈ പോയിന്റ് നമുക്ക് തൽക്കാലം എക്സ് എന്ന് വിളിക്കാം. നമുക്ക് ഇനി വേണ്ടത് എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം നമുക്ക് വേണം. അതിനെ നമുക്ക് T1 എന്ന് വിളിക്കാം. ടൈം ടേക്കൺ ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ എ ബിയുടെ ലെങ്ത് 1 ആണ്. സ്പീഡ് അവിടെ എത്രയാണ്? 1 + π/3. ശരി, ഇനി T2 എന്ന് പറയുന്നത് ബി ടു എക്സ്. അപ്പോൾ ബി ടു എക്സിന്റെ ലെങ്ത് നമുക്ക് വേണം. അത് ഒരു സർക്കിളിന്റെ ആർക്കാണ്. സർക്കിളിന്റെ ആർക്ക് ലെങ്ത് കണ്ടെത്താൻ, ഓർക്കുക, സർക്കിളിന്റെ ആർക്ക് ലെങ്ത് കണ്ടെത്താൻ സർക്കിളിന്റെ റേഡിയസ് ആറും ആർക്കിലുള്ള ആംഗിൾ തീറ്റയും ആണെങ്കിൽ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ആർ തീറ്റയാണ്. തീറ്റ റേഡിയനിലായിരിക്കണം. ശരി, അപ്പൊ ഇവിടെ നമുക്ക് ഈ ആംഗിൾ വേണം. എന്തിന്? ആർക്ക് ലെങ്ത് കണ്ടെത്താൻ. ശരി, ആ ആംഗിൾ കണ്ടുപിടിക്കാം, പ്രശ്നമൊന്നുമില്ല. ഈ ട്രയാങ്കിളിനെ ഒന്ന് ഒബ്സർവ് ചെയ്തേ. നമുക്ക് ഈ ട്രയാങ്കിളിനെ മാറ്റി ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം. ഇതിൽ 90 ഡിഗ്രി വരുന്ന റീജിയൻ എക്സ് ആണ്, മറ്റൊന്ന് ഒ എ. എ എക്സിന്റെ ലെങ്ത് √3. ഓക്കെ, ഒ എക്സിന്റെ ലെങ്ത് 1, എ ഒയുടെ ലെങ്ത് 2. നമുക്ക് വേണ്ടുന്നത് ഏതാണ്? ബി ഒ എക്സ്, സോറി എ ഒ എക്സ്. ഈ ആംഗിളാണ് നമുക്ക് വേണ്ടുന്നത്, തീറ്റ. ഇവിടെ ടാൻ തീറ്റ നോക്കിയാൽ √3/1. അങ്ങനെ വരുന്ന തീറ്റ എത്രയാണ്? 60 ഡിഗ്രി. അതായത് π/3 റേഡിയൻ. അപ്പോൾ ഈ ലെങ്ത് എത്രയാണ്? ബി എക്സ് നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ ആർ തീറ്റ. ഇവിടെ ആർ 1 ആണ്. അപ്പോൾ 1 × π/3. അതാണ് ഈ ലെങ്ത് ബി എക്സ്. ബി എക്സ് ഈക്വൽ ടു ആർ π/3 അഥവാ 1 × π/3 π/3. അപ്പോൾ അവിടുത്തെ ടൈം T2 നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എടുക്കണം. π/3 ഡിസ്റ്റൻസ് π/3, സ്പീഡ് 1 + π/3 അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ടൈം എത്രയാ? T1 + T2. അതായത് 1/1 + π/3 + π/3/1 + π/3. അതായത് 1 + π/3/1 + π/3. ഫൈനലി T = 1 സെക്കൻഡ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ ഈ വീഡിയോയിലെ കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.